ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജയ്ജു സോം വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് മെൽബണിലെയല്ല, ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയൊരു ഗാർഡൻ ഷോപ്പും അവിടുത്തെ മനോഹരമായ ചില കാഴ്ചകളുമാണ്. വെറുമൊരു ഗാർഡൻ ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ആ സ്ഥാപനത്തോട് ചെയ്യുന്ന വളരെ വലിയൊരു അതിക്രമം തന്നെയായിരിക്കും. കാരണം അവിടെ നമ്മുടെ വീടുകൾക്കുള്ളിലും പുറത്തുമായി വളർത്താവുന്ന അനവധി ചെടികൾ, എയർ പ്ലാന്റുകൾ, നമ്മുടെ വീടുകൾ അലങ്കരിക്കാനുള്ള ഡെക്കറേഷൻ സാമഗ്രികൾ, കണ്ണുകൾക്ക് കുളിർമയേകുന്ന ക്രിസ്റ്റലുകൾ, ജെം സ്റ്റോണുകൾ, കോറലുകൾ, ബോൺസായകൾ തുടങ്ങി പറഞ്ഞു തീരാത്തത്ര കാഴ്ചകളാണുള്ളത്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മെൽബണിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയായി കീസ്ബ്രോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കളക്ടേഴ്സ് കോർണർ എന്ന പേരുള്ള മനോഹരമായ ഗാർഡൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളിതാ ഈ ഗാർഡൻ സെൻറ്ററിലേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ വലതുവശത്തായി കാണുന്ന ഇൻഡോർ ചെടികളുടെ വലിയൊരു ശേഖരമാണ് ഞങ്ങളെ ആദ്യം ആകർഷിച്ചത്. പല രൂപത്തിലും ഭാവത്തിലും നിറങ്ങളിലുമുള്ള ചെടികൾ ഇവിടെ വിൽപ്പനയ്ക്കായും പ്രദർശനത്തിനായും ഒരുക്കിയിട്ടുണ്ട്. പലതരം ചെടിച്ചട്ടികളിലും ഗ്ലാസ് ബൗളുകളിലും ഒക്കെയായി ഒരുക്കിയിരിക്കുന്ന ഈ ചെടികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ ഉള്ളത്. ഞാൻ കണ്ടുപരിചയമുള്ളതും ഇല്ലാത്തതുമായ ധാരാളം ചെടികൾ ഇവിടെയുണ്ട്. പല നിറങ്ങളിലും ഭാവങ്ങളിലുമുള്ള അനവധി ഓർക്കിഡുകൾ നമുക്ക് കാണാം. എന്തൊരു ഭംഗിയാണല്ലേ ഈ ഓർക്കിഡുകൾ കാണാൻ. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ചെടികളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ബൗളുകളിൽ ഒരുക്കിയിരിക്കുന്ന ടെറാറിയങ്ങളും നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളായ എയർ പ്ലാന്റുകൾ. പല രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള നിരവധി എയർ പ്ലാന്റുകൾ നമുക്കിവിടെ കാണാം. ഇവയുടെ ഒന്നും പേരുകളോ കുടുംബ പേരുകൾ പോലും എനിക്കറിയില്ല. മനോഹരമായ പല രീതികളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന എയർ പ്ലാന്റുകൾ നമുക്കിവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഈ കാണുന്നത് പോലെ ആയിരക്കണക്കിന് എയർ പ്ലാന്റുകളാണ് ഇവിടെ താഴെയും മുകളിലുമൊക്കെയായി ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ കല്ലുകളിലും ക്രിസ്റ്റലുകളിലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ചെടികൾ കാണാൻ നല്ല രസമില്ലേ. മറ്റ് കടകളിലെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ വിലയൊന്നുമില്ല കേട്ടോ. കണ്ടു നടക്കുന്നതിനിടയിൽ 1-2 ചെടികൾ ഞാനും വാങ്ങി. ഈ എയർ പ്ലാന്റുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. വീഡിയോയുടെ ലിങ്ക് ഞാനിതാ ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ എയർ പ്ലാന്റുകളിൽ വളരെ മനോഹരമായ പൂക്കളുണ്ടാവും. ഇത് കണ്ടോ. ഇത്രയധികം എയർ പ്ലാന്റുകൾ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സത്യം പറയാമല്ലോ, ഈ ഭാഗത്തു നിന്ന് പോകാൻ തോന്നുന്നില്ല. ചുറ്റിക്കറങ്ങി ഇവിടെ കുറച്ചു നേരം നടന്നു. 2-3 ചെടികൾ വാങ്ങുകയും ചെയ്തു. ഇവിടെ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ പലതരം ടെറാറിയങ്ങളും ബൗളുകളും വാങ്ങാൻ കിട്ടും. പോർസലൈൻ, പ്ലാസ്റ്റിക്, മണ്ണ് തുടങ്ങി പലതരം മെറ്റീരിയൽസ് ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ ചെടിച്ചട്ടികളും അവയുടെ കൂടെ ആവശ്യമുള്ള മറ്റു സാമഗ്രികളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇനി നമ്മൾ കാണുന്നത് സക്കുലൻ ചെടികളുടെ ഒരു കളക്ഷൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഒരു 10-20 തരം സക്കുലൻ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ കാണുന്ന പലതും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഇനങ്ങളാണ്. ഈ സക്കുലൻ്റ് ചെടികളെ പറ്റിയുള്ള ഒരു വീഡിയോയും എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെത്തുള്ളതിൻ്റെ മിനിയേച്ചർ സാധനങ്ങളത്. ഇതുണ്ട്, ഇതിൻ്റെ വലുത് നമ്മളിതുണ്ട്.
ഈ കാണുന്ന ചെടികളും സക്കുലൻസും എല്ലാം ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ? ഈ ചെടികളുടെ മറവിലായി നിൽക്കുന്ന ഒരു കക്ഷിയെ കണ്ടോ? ഒരു ദിനോസറിന്റെ രൂപമാണത്. സക്കുലൻസിൽ മനോഹരമായ പൂക്കൾ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ അല്ലേ? ഈ നിൽക്കുന്ന പൂക്കൾക്ക് എന്താണ് ഭംഗി? ഈ കാണുന്നവയാണ് ചെടികളിലെ ഭീകരന്മാർ. ചെറിയ ജീവികളെയും പ്രാണികളെയും എല്ലാം പിടിച്ചു തിന്നുന്ന മാംസഭോജികളായ കാർണിവോറസ് പ്ലാന്റുകളാണിവ. വലിയൊരു മരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിരവധി എയർ പ്ലാന്റുകൾ കണ്ടോ? ഇനി കാണാൻ പോകുന്നതാണ് ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു സംഭവം. ജെം സ്റ്റോൺ അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്റ്റോൺസ് എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെടുക്കുന്നവയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്ന ഇത്തരം ക്രിസ്റ്റൽ രൂപങ്ങൾ ഇവിടെ നിരവധിയുണ്ട്. പല നിറങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള ക്രിസ്റ്റൽ സ്റ്റോണുകൾ നമുക്കിവിടെ കാണാം. ഇവയൊന്നും മനുഷ്യനിർമ്മിതമല്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സ്വല്പം പ്രയാസം തന്നെയാണ്. എന്നാൽ സത്യം അതാണ്. കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് ഇവയെ കണ്ടു തന്നെ അറിയണം. നമുക്ക് ഇത്തരം ജെം സ്റ്റോണുകൾ വാങ്ങാൻ സാധിക്കും കേട്ടോ. കുറച്ചധികം ഡോളറുകൾ വേണമെന്ന് മാത്രം. ഇത്തരം ചെറിയ ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന മരങ്ങളുടെ രൂപങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടല്ലേ? ഈ കാണുന്നത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള ചെറിയ ക്രിസ്റ്റലുകളും അവയുടെ ഡിസ്പ്ലേയുമാണ്. രത്നക്കല്ലുകൾ പോലെയുള്ള ചെറിയ കല്ലുകളും ക്രിസ്റ്റലുകളും നാച്ചുറൽ മാഗ്നറ്റുകളും നമുക്കിവിടെ കാണാം. വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പലയിനം ക്രിസ്റ്റലുകളുടെയും മിനറലുകളുടെയും ശിലാരൂപങ്ങളുടെയും ഫോസിലുകളുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് ഇനി കാണുന്നത്. കണ്ടുകഴിഞ്ഞൊരു കോൺ ഷേപ്പ് അല്ലേ? പക്ഷെ അതിന് വില 685, ചെറിയ പൈസയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കളക്ഷനുകളാണിവ. നീഡിൽ കോട്ട്സ്. ഇതുണ്ടാക്കുന്നൊന്നുമല്ല, ഇതിങ്ങനെ നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമാണ് ഇത്. ഒരു 100 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള സാധനത്തിൻ്റെ ഫോസിലത് അതൊക്കെ വിൽക്കാനിട്ടിരിക്കും അവർ. ലൊക്കാലിറ്റി അൻസാർ വാലി, ജിൻസിക് ഡിസ്ട്രിക്ട്, നോർത്ത് ഏരിയ, പാകിസ്ഥാൻ. എന്താ മിൻസ് അല്ലെങ്കിൽ ലാബ്രഡോറൈറ്റ്, സൾഫർ ക്രിസ്റ്റൽ, ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവയുടെ ബാക്കി ഭാഗം നമുക്ക് രണ്ടാമത്തെ വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. ഈ വീഡിയോയ്ക്ക് ഒത്തിരി നീളം കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ 2 ഭാഗങ്ങളായിട്ട് ചെയ്യുന്നത്. കളക്ടേഴ്സ് കോർണർ എന്ന ഗാർഡൻ ഷോപ്പിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോയുടെ 2ാം ഭാഗവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.